ഞാൻ കുറച്ചു നേരത്തേക്ക് നിന്ന് ഉരുകുകയായിരുന്നു. നിങ്ങൾ എന്താ മെഴുകുതിരിയാണോ? മിസ്റ്റർ സുബ്രു, നമ്മുടെ ഇതുവരെയുള്ള എല്ലാ ഓപ്പറേഷനും കാട്ടാക്കി പൊട്ടിയിട്ടുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ 5 തയ്യൽ ഇന്നലെ പൊട്ടി. അതല്ലെന്ന്, ഇനിയുള്ള ഓപ്പറേഷൻ പൊട്ടാതിരിക്കാനായി മറ്റൊരു പുതിയ ടെക്നിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്താണ്? ഈ മരുന്ന് നമ്മൾ അവന് കൊടുക്കുന്നു. അവനൊരു അസുഖമില്ലല്ലോ. അതല്ലെന്ന്, ഈ മരുന്ന് അവൻ കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആഹാര പദാർത്ഥങ്ങൾ ഇവന്റെ വയറ്റിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞ് ഈ മരുന്ന് വർക്ക് ചെയ്തു തുടങ്ങും. വർക്ക് ചെയ്താൽ അവൻ പോലും അറിയാതെ രത്നങ്ങൾ പുറത്തു വരും. ഒന്ന് ചോദിച്ചോട്ടെ, ഈ മരുന്ന് കഴിച്ചിട്ട് ആഹാരം കൊടുത്തില്ലെങ്കിലോ? ഏകദേശം 1 മാസം വരെ രത്നങ്ങൾ അവന്റെ വയറ്റിൽ സേഫ്റ്റി ആയി. നല്ല ലോക്കർ അല്ലേ? ഓക്കേ. മണി എത്രയായി? വാച്ച് ഓടലില്ല. നിന്റെ വാച്ച് ഓടുവാടാ. പിന്നെ ഭയങ്കര ഓട്ടമാ. കഴിഞ്ഞ ഒളിമ്പിക്സിന് PT ഉഷ മാരത്താൻ ഓടിട്ട് വന്ന് കിടക്കുക. ഞാൻ പിടിച്ച് കെട്ടിട്ടേക്കുക. ഇപ്പൊ പറയാം ഏഷ്യൻ ഗെയിംസിന് പോണോന്ന്. ചോദിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലേ? കള്ളക്കടത്തുകാർ ഓടുന്ന വാച്ച് പോലും ഇല്ല. മണി 9. 9:10 ഫ്ലൈറ്റ് എടുക്കും. 9:10 ഫ്ലൈറ്റ് നേരെ 1:30 ദുബായിലെത്തും. അറബിയുടെ വണ്ടി 15 മിനിറ്റിനകത്ത് വരുന്നു. ഇവനെ കൊട്ടിക്കൊണ്ട് അറബി നേരെ കൊട്ടാരക്കരയ്ക്ക്. കോഴിക്കോട്. എവിടാണ്? അറബിയുടെ കൊട്ടാരത്തിൽ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവന് വയറ് നിറച്ച് ആഹാരം കൊടുക്കുന്നു, മരുന്ന് പ്രവർത്തിക്കുന്നു, നേരെ നമ്മളെ വൈഡൂര്യ തെക്കിനൊക്കെ പുറത്തേക്ക് ചാടുന്നു. എങ്ങനെ ഇരിക്കുന്നു? ഇതുവഴിയാ പുറത്തു വരുന്നത്. പൂച്ചയെ ആണാലും പെണ്ണാലും എഴുതി പിടിച്ചാ പോലെ വെറുതെ നിന്നാ മതി. സുപ്രോ, അപ്പം കൊടുക്കാം. കൊണ്ട് വന്നിട്ടുണ്ടോ? എന്തോന്ന്? അപ്പം അതല്ലെന്ന്, ഇപ്പം കൊടുക്കാന്ന് ടച്ചിങ്സ് ഇല്ലേ? എന്ത് കഴിച്ചാലും ഇതിനും ടച്ചിങ്സാ. എവന്റെ ഒരു കാര്യം നടേ. സൂപ്പർ മയോണൈസ്. അയ്യോ, അത് മയോണൈസ് അല്ല. ഞങ്ങൾ രണ്ടുപേരും രാവിലെ പല്ലിയേക്കാൻ മാറ്റ പേസ്റ്റ് അല്ല. അതും ഭാഗ്യമായി. ഇനി ഒരാഴ്ചത്തേക്ക് എനിക്ക് പല്ലിയൊക്കെ ഉണ്ടല്ലേ. ഇവ മനുഷ്യനാന്നോട്? മനുഷ്യനല്ല. ഈ നിൽക്കുന്ന എന്താണെന്ന് അറിയാമോ? 5 കോടിയുടെ വിലയാണ് ഇവന്. എനിക്കാ 5 കോടിയുടെ വിലയാ? സത്യം. തെളിച്ചു വരാണ് മനുഷ്യ മനസ്സിലാവുന്നത്. നാട്ടിലും വീട്ടിലൊക്കെ പറയുന്നത് ഒരു വിലയില്ലാത്തവനെന്നാ. നിന്നെ തന്നെ പൊക്കിയത്. ആരെങ്കിലും പിടിച്ചകത്തിട്ടാ ചോദിക്കാൻ ആരും വരത്തില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞാ? അല്ല, നീ ഉത്തമമായ ഒരു മനുഷ്യനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. 5 കോടി വില. 5 കോടി. എന്താന്നറിയാമോ? ഇതെന്റെ വയർ. അതല്ല, ഈ വയറ്റിനകത്ത് എന്താണെന്ന് അറിയാമോ? നമുക്ക് 3 പേർക്കും അറിയാം. വൻകുടലും ചെറുകുടലും. അതല്ല, ഇതിനകത്ത് വിലപിടിപ്പുള്ള ചില സാധനങ്ങൾ ഉണ്ട്. രാവിലെ 10 ഇഡലി സാമ്പാറും 2 പരിപ്പോടെ ഇപ്പൊ കഴിക്കാൻ മരുന്നു. അയ്യോ, അപ്പൊ രാവിലെ അങ്ങോട്ട് വിഴുങ്ങി ഇറക്കിയത് മണന്ന. ഓ, ഞാൻ അതങ്ങും പറഞ്ഞു. ഒരു പടല പഴം. ആ പടത്തിനകത്ത് നെക്കി വെച്ചത് നാരങ്ങ മുട്ടായി അല്ല അണ്ണാക്കിലോട്ട് കയറ്റിയത്. വൈഡൂരെ രക്തങ്ങളൊക്കെ ഇതിനകത്ത് കയറ്റി പോയാ. മനസ്സിലായോ? അണ്ണ എനിക്ക് എപ്പോഴും പഴം വിഴുങ്ങുന്ന കാര്യം ഓർമ്മ വരും. അത് പഴത്തിലെ ഫാമിലിയുടെ ഇത്. എങ്ങനെയാലും കാര്യം നടന്നാ പോരെ. ഹലോ, എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഇന്ന് 9:10 പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം ചില സാങ്കേതിക കാരണങ്ങളാൽ 9 മണിക്കൂർ വൈകിയേ ഇവിടുന്ന് പുറപ്പെടുകയുള്ളൂ. യാത്രക്കാരുടെ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ അഖേദമായ ഖേദം പ്രകടിപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു.